ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ. രാജാവ് മഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടത്. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു. നമ്മുടെ സംസ്ഥാനത്തെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ ഈ ജില്ലയിലെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇവിടെ തന്നെ യഥാർത്ഥത്തിൽ വളരെ വിപുലമായ അധികാരങ്ങളുള്ള റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ RTO ജെഫേഴ്സൺ എന്ന് പറയുന്ന പേരുള്ള ഒരു മാന്യദേഹം, അദ്ദേഹത്തിൻ്റെ കാര്യം പത്രത്തിൽ വായിച്ച് ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുണ്ടല്ലോ, സർവീസിൽ ഇരിക്കുന്ന ആളുകളാണ്, ഈ രീതിയിൽ ഉണ്ടല്ലോ എന്ന് ഒന്ന് തോന്നിപ്പോയി. ഇപ്പോൾ അദ്ദേഹം ആ മാന്യദേഹം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ടയൊക്കെ കഴിച്ച് ഈ ആരോഗ്യം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ തുകയൊന്നുമില്ല, ഒരു 5000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു. 5000 രൂപ മാത്രം പോരാ, അതിനോടൊപ്പം ഒരു ബോട്ടിൽ മദ്യവും വേണം. മദ്യം എന്ന് പറഞ്ഞാൽ ഒരു മുന്തിയനം മദ്യം, നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് പറയുന്ന അതൊന്നും അല്ല, ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ. യഥാർത്ഥത്തിൽ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് പറയുന്നത് തന്നെ ഒരു ഓക്സിമോറോണാണ്, രണ്ടും കൂടെ ചേരത്തില്ല. ഫോറിൻ എന്ന് പറഞ്ഞാൽ വിദേശം എന്നാണ് അർത്ഥം. ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു വൈരുദ്ധ്യം തമ്മിലുള്ളത് ആ വാക്കിൽ. ഇറ്റ്സ് ആൻ ഓക്സിമോറോൺ എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിന് അതല്ല വേണ്ടത്, അദ്ദേഹത്തിന് വിദേശ നിർമ്മിതമായ വിദേശ മദ്യം അത് വേണം, അതായത് വളരെ വില കൂടിയ മദ്യം. അപ്പോൾ വിപുലമായ ശേഖരങ്ങളുള്ള ആളാണ് അദ്ദേഹം. കുടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം കുടിക്കുന്ന ആളാണെങ്കിൽ ഇത്രത്തോളം മദ്യം വീട്ടിൽ കാണുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ അതിന് സപ്ലൈ അത്രയും കൂടുതലായിരിക്കും. അപ്പോൾ ഇദ്ദേഹം ഒരു ബസ്സിൻ്റെ പെർമിറ്റ്, ഒരാൾ അയാളുടെ സുഹൃത്തിൻ്റെ ബസ്സിൻ്റെ പെർമിറ്റ് അയാളുടെ ആ സുഹൃത്തിൻ്റെ മറ്റൊരു ബസ്സിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. അതിനു വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, താൽക്കാലികമായിട്ട് അത് അനുവദിച്ചു. പക്ഷേ ഇത് പെർമനൻ്റായിട്ട് കൊടുക്കാതെ അവിടെ വെച്ചേക്കുക. അത് അനുവദിക്കണമെങ്കിൽ 2 സഹായികൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു കേട്ടോ. അവർ ഏജൻറ്റുമാരാണ്. ആ ഏജൻറ്റുമാർ സമീപിച്ചു, ഒരു 5000 രൂപയും കൊടുക്കണം, ഒരു കുപ്പിയും കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതുപോലുള്ള കുപ്പി, ചില്ലറ കുപ്പിയൊന്നും പോരാ, വലിയ വിലയുള്ളത് കൊടുക്കണം. അപ്പോൾ ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് വലിയ വിലയാണ് ഇവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ വിദേശത്തെങ്ങാനും ഡ്യൂട്ടി ഫ്രീ എന്നെങ്ങാനും വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്നാലും അതിന് വലിയ വിലയാണ്, ആ രീതിയിൽ കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഇത് ഇങ്ങനെയുള്ള ഡിമാൻഡ് വന്നപ്പോൾ അവർക്കത് സഹിച്ചില്ല കേട്ടോ. കാരണം നോക്കിയപ്പോൾ ഇയാൾ ഇത്രയും വലിയ കൈക്കൂലിക്കാരനാണ്, എന്ത് കാര്യത്തിനും കൈക്കൂലി വേണം. അപ്പോൾ നമുക്കൊന്നും ഇത് അറിയത്തില്ല, കാരണം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. അവസാനം ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് അറിയായിരിക്കും, അവർ വഴിയായിരിക്കുമല്ലോ ഇത് ചൂണ്ടിക്കൊടുക്കുന്നത് മിക്കവാറും. കാരണം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊള്ളാവുന്ന ആളുകളുണ്ട്, ആ കാശൊന്നും വാങ്ങിക്കാത്ത ആളുകളുണ്ട്, സംശുദ്ധമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവരെയും അടച്ച് നമുക്ക് ആക്ഷേപിക്കാൻ ഒക്കത്തില്ല. കാരണം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തു പോകുന്ന ഒറ്റ കാരണം കൊണ്ട് കാശ് വന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് പാടില്ല കേട്ടോ. അങ്ങനെ കാഴ്ചപ്പാട് ഉണ്ടായതുകൊണ്ട് മാത്രം സെയിൽ ടാക്സ് ഓഫീസറുടെ ജോലി കളഞ്ഞിട്ട് മുനിസിപ്പൽ മജിസ്ട്രേറ്റായിട്ട് വന്ന ഒരു ലേഡിയെ എനിക്കറിയാം. കാരണം ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിപ്പോൾ നല്ല പൊസിഷനല്ലേ, ഇനി ഒരുപാട് പ്രൊമോഷനൊക്കെ കിട്ടും, ഇവിടെ വന്നാൽ ഒരുപാട് ജോലിയൊക്കെ വേണ്ടതല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ ലേഡി പറഞ്ഞ എന്താണെന്ന് അറിയോ, സാറേ ഇത് സെയിൽ ടാക്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആളുകളൊക്കെ നോക്കുന്നതെല്ലാം കാശ് വാങ്ങിക്കുന്നതാണെന്നാണ് എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞ വർത്തമാനമാണ്. അപ്പം അത് ഇങ്ങനെ അങ്ങനെ ഒരു സ്റ്റിഗ്മ നമ്മൾ കൊടുക്കാൻ പാടില്ല. സെയിൽ ടാക്സ് ഇരിക്കുന്നവർ പണം വാങ്ങിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരിക്കലും. നല്ല ആളുകൾ ധാരാളമുണ്ട് അതിനകത്ത്. പക്ഷെ ഇങ്ങനെ ഒരു ഷാഡോ, ഒരു ക്ലൗഡ് ഇവരുടെ മേളിൽ വീഴും. അതാണ് ഒരു കാർമേഘം ഇതിൻ്റെ മേളിൽ പതിക്കും. പക്ഷെ RTO ഓഫീസിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവരും മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും കുഴപ്പക്കാരെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്.
സാധ്യതകളെന്ന് പറയുന്നത് എന്തെന്നറിയാം, ഇപ്പോൾ ഏജന്റുമാരാണ് ഈ കുഴപ്പം കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെക്കുന്നത്. ഈ ഏജന്റുമാർ വഴി ചെന്നിട്ട് ഇവർക്ക് ഈ പണം കൊടുക്കും. ഏജന്റ് പണം കൊടുത്താൽ മതി. വിശ്വാസയോഗ്യരായ ഏജന്റുമാരുണ്ട്, അവർ വാങ്ങിക്കുന്നത് അതുപോലെ കൊണ്ട് കൊടുക്കും. ഇതുപോലെ 2 ഏജന്റുമാർ വന്ന് ഈ പറയുന്ന ആളുടെ അടുത്ത് നിന്ന് ഒരു 5000 രൂപയും ഈ പറഞ്ഞ പോലെ ഒരു ബോട്ടിൽ മദ്യവും വാങ്ങി. ഇതും കൊണ്ട് അത് 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 വാങ്ങിക്കഴിഞ്ഞോണ്ടേ പിടി വീണു. അവരെ വിജിലൻസ് പിടികൂടിയിട്ട് താമസിയാതെ തന്നെ RTO പിടിക്കുക. എന്നാലും RTOയുടെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചിട്ടില്ല. നേരെ അവർ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി പരിശോധനയ്ക്ക്. അവിടെ കണ്ട കാഴ്ചയാണ് ഞാൻ ഞെട്ടിക്കുന്നത്. അവിടെ ഒരു വിദേശ മദ്യ ഷോപ്പ് തന്നെ ഉണ്ട് കേട്ടോ. അതായത് 74 കുപ്പി മുന്തിയ ഇനം മദ്യങ്ങളാണ് അവിടെ നിന്ന് പിടിച്ചത്. അതിൽ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലായത് ഒരു ബോട്ടിലിന് 50,000 രൂപ വരെ വിലയുള്ള മദ്യമുണ്ട് അതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, എവിടെ വരെ പോകുന്നു എന്നുള്ളത്. അപ്പം ഇനി ഇതൊക്കെ നമുക്ക് ഈ പിടിച്ചു നോക്കി. അത് മാത്രമല്ല, ബാക്കി നോക്കിയപ്പോൾ എന്താ, റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നോട്ട് കെട്ടി ചുരുട്ടി റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്കുക നോട്ട്. അപ്പോൾ അത് മുഴുവൻ കൈക്കൂലിയാ, സംശയമില്ല. ഒരു കെട്ടല്ല, അങ്ങനെയുള്ള ധാരാളം കെട്ടുകളാണ്. കാരണം ഇത് എണ്ണാൻ പോലും സമയമില്ല, വാങ്ങിച്ചവിടെ കൊണ്ട് ഇട്ടേക്കാണ്. അത് കൂടാതെ ഏതാണ്ട് 84 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ്സ്, പിന്നെ പല വസ്തുക്കൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട്, ആഡംബര വസ്തുക്കളും അതുപോലെ വസ്തുക്കൾ, അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഒക്കെ വാങ്ങി ഫാമിലി മെമ്പേഴ്സിൻ്റെയും അദ്ദേഹത്തിൻ്റെയൊക്കെ പേർക്ക് വാങ്ങി കൂട്ടിയിട്ടുണ്ട് ഇതിലെയൊക്കെ. അപ്പോൾ അസറ്റ്സ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ടു ഹിസ് നോൺ സോഴ്സ് ഓഫ് ഇൻകം, അത് ഒരു വലിയ ഒഫൻസാണ്. PC ആക്ട് അനുസരിച്ച് നല്ല ശിക്ഷയുള്ള ഒഫൻസാണ്. അതായത് അദ്ദേഹത്തിൻ്റെ നോൺ സോഴ്സ് ഓഫ് ഇൻകം, അറിയപ്പെടുന്ന സോഴ്സുകളിൽ ഉള്ള വരുമാനത്തെക്കാൾ കൂടുതലുള്ള മുതൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കണ്ടുപിടിക്കുന്നു. അത് പ്രശ്നമാണ്. പിന്നെ അത് കൂടാതെ വേറൊരു പ്രശ്നമുണ്ട്. ഈ 74 ബോട്ടിൽ മദ്യം ഉണ്ടല്ലോ, അത് വിദേശ നിർമ്മിത വിദേശ മദ്യം ആയാലും ശരി, ഒരു വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് 3 ലിറ്ററിൽ കൂടുതൽ ഒരു വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല. സൂക്ഷിച്ചാൽ അകത്താവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ ഇത് ഒന്നും കുടിച്ച് തീർക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇത് അദ്ദേഹത്തിൻ്റെ സഹകുടിയന്മാരും വല്ലതും ഉണ്ടെങ്കിൽ അത് കാണത്തില്ല. കാരണം ഇത്രയും വലിയ സാധനമൊന്നും കൊടുക്കാമായിരുന്നു. ഏതായാലും ഈ 3 കുപ്പി കൂടുതൽ അവിടെ കീപ്പ് ചെയ്തതോടുകൂടി അബ്കാരി ഒഫൻസ് വന്നു. ഇനി അതിനും നല്ല ഒഫൻസ് ഉള്ളതാണ്, നല്ല ശിക്ഷയുള്ളതാണ്. അത് കിടക്കേണ്ട ഗതികേട് വരും. അപ്പോൾ അദ്ദേഹം വെളിച്ചം കാണാൻ കുറച്ച് ബുദ്ധിമുട്ടും. ഇനി അങ്ങനെ പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ, എത്രയോ നല്ല ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ, നാട് മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അങ്ങനെയുള്ള ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ ഒരൊറ്റ ദിവസം കൊണ്ട് കേട്ടോ എന്തായി, മാളിക മുകളിലിരിക്കുന്ന ആളിനെ കേട്ടോ എൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞത് എത്രയോ അന്വർത്ഥമാക്കി കൊടുത്തു അദ്ദേഹം പെട്ടെന്ന് കീഴേക്ക് വീഴുകയാണ്. ഗ്രാഫ് നേരെ താഴോട്ട്. ഇനി പുറത്തിറങ്ങി എത്ര മുതലുണ്ടാക്കിയാൽ എന്താ, ഈ കൈക്കൂലി വാങ്ങിച്ച് നന്നാവും. പിന്നെ RTO ഓഫീസിലേക്ക് ഇതുപോലുള്ള കൈക്കൂലി ഞാൻ ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ വിജിലൻസിനൊക്കെ മുമ്പ് ഈ പൊടിയിട്ട് പിടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പൊടിയിട്ട് പിടിക്കാൻ എളുപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ പൈസ വാങ്ങിക്കത്തില്ല. ഒന്നുകിൽ വേറെ ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കും, അല്ലെ വല്ല മുറുക്കൻ കടയിൽ കൊടുക്കാൻ പറയും, പെട്ടിക്കടയിൽ കൊടുക്കാൻ പറയും. അതും അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അവർക്ക് പരിചയമുള്ള ആളിൻ്റെ പേരിൽ പിന്നെ GPay ഉണ്ടല്ലോ, ഗൂഗിൾ പേ, അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള Paytm, ഇങ്ങനെയൊക്കെ ഉള്ളത് വഴി അയക്കാൻ പറയും. കാര്യം തീർന്നു, പിടിക്കാൻ ഒക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്യും. പക്ഷേ അതിനിടയിൽ നിന്നും ഈ വീട്ടിൽ എന്ത് ഭയമില്ലാതാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചത്, ഇത്രത്തോളം മദ്യശേഖരം. അത് വളരെ വലിയ അപകടം പിടിച്ച കാര്യമാണ് അദ്ദേഹം ചെയ്തത്. മാത്രമല്ല, അത് ഏറ്റവും കൂടുതൽ ഇത്രയും പാവങ്ങളുള്ള ഈ നാട്ടിൽ ഒരു നിവൃത്തിയില്ലാത്ത ആളുകളുള്ളപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ആളുകളുള്ള നാട്ടിലാണ് ഇതേപോലെ കാണുന്നവരുടെ എല്ലാം കൈക്കൂലി വാങ്ങിക്കുന്നത്. ഇതൊന്നും വാങ്ങിച്ച് തിന്നാലൊന്നും ഉണ്ടല്ലോ ഒരിക്കലും നന്നാവത്തില്ല. ഇത് ദൈവശിക്ഷയാണ് കിട്ടിയത് കേട്ടോ. ചോദിക്കാൻ ആരുമില്ലെന്നുള്ളത് കാരണം വേണ്ട, ഇത് ദൈവം കാണും അങ്ങനെയുള്ളവർക്ക്.